ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശാവാസ്യമിദം സർവം എന്ന പേരിൽ വിഷയം ആരംഭിച്ചു. ചില തലങ്ങളിൽ നിന്ന് ആ ഒരു വിഷയത്തെ അപഗ്രഥിച്ച് അതിൻ്റെ സ്വാഭാവികമായ പരിണാമം എന്ന നിലയ്ക്ക് ഈശാവാസ്യ ഉപനിഷത്തിലെ ആ മന്ത്രം മുഴുവൻ അല്പഭാഷയിൽ ശ്രദ്ധിച്ചു. വിസ്തരിക്കുണ്ടായിട്ടില്ല. വിസ്തരിച്ചത് ഈശാവാസ്യമിദം സർവം എന്നുള്ള ഒരൊറ്റ പദത്തെയാണ്. പക്ഷേ ഇതെല്ലാം ഈശ്വരനാൽ ആച്ഛാദനം ചെയ്യപ്പെടേണ്ടതാണ്. സ്വരൂപതയാ എല്ലാം ഈശ്വരൻ തന്നെ, തദ്ഭിന്നമായിട്ടൊന്നുമില്ല. ഈയൊരു ബോധത്തിൽ സർവ പ്രപഞ്ചവികാരങ്ങളും തന്നെ ഏകം അദ്വിതീയം എന്നുള്ള ബോധത്തിൽ ചേർന്നു. സദ്ഭിന്നമായിട്ടൊന്നുമില്ലെന്നറിഞ്ഞു. ആ അറിവിൽ സ്വാഭാവികമായി തന്നെ എനിക്ക് എൻ്റത് എന്ന നിലയ്ക്ക് ചെയ്യപ്പെടുന്ന സകല കർമ്മങ്ങളും കൊഴിഞ്ഞൊഴിഞ്ഞു പോയി. ആ ഒരു ത്യാഗനിഷ്ഠ കൊണ്ട് സ്വയം പാലിച്ചാലും തേന ത്യക്തേന ഭുഞ്ജീഥാഃ. മനുഷ്യ ജന്മലക്ഷ്യത്തെ പ്രാപിച്ചാലും പരമമായ ആനന്ദത്തിലേക്ക് സ്വയം ഉയർന്നാലും ഇതാണ് നമ്മൾ സാമാന്യമായി ചിന്തിച്ചത്. ഇവിടെ ഈയൊരു സർവം ഖലു ഇദം ബ്രഹ്മ, ഈശാവാസ്യമിദം സർവം എന്നൊക്കെ പറയപ്പെടുന്ന സർവാത്മദൃഷ്ടി ആ സർവാത്മദൃഷ്ടിയിലൂടെ സ്വാഭാവികമായുള്ള നൈഷ്കർമ്മ്യസിദ്ധി യാതൊന്നിനെ നമുക്ക് പാരമാർത്ഥിക സന്യാസം എന്ന് പറയാമോ? അത് അത്ര സുലഭമല്ല. സാധാരണ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ലക്ഷത്തിൽ ഒരാൾ ഒക്കെ ഈയൊരു നൈഷ്കർമ്മ്യ സിദ്ധിയിലേക്ക് ഉയരാൻ അധികാരിയായിരിക്കാം. ഈശാവാസ്യമിദം സർവം എന്നുള്ള ബോധത്തിൽ സമ്പൂർണമായി കഴിയുന്നവനാകാം. എല്ലാവർക്കും ഇത് പഠിക്കാനുള്ള അധികാരമുണ്ട്. പഠിക്കാൻ ഏവർക്കും അധികാരമുണ്ട്. ശ്രവിക്കാൻ ഏവർക്കും അധികാരമുണ്ട്.
പക്ഷേ ഒരു ആത്മബോധത്തിലേക്ക് തദ്ഫലമായുള്ള ത്യാഗനിഷ്ഠയിലേക്ക്, പാരമാർത്ഥിക സന്യാസത്തിലേക്ക് അധികാരം വളരെ വിരളമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്ത് മാർഗമാണ് വേദം സാർവജനീനമായി പറയുന്നത്? ഈ ചോദ്യം കൂടുതൽ പ്രസക്തമാവുന്നത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത സമയത്ത് ഇതാണ് പ്രഥമമായ വേദാർത്ഥം എന്ന് പറഞ്ഞു. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ നിവൃത്തിനിഷ്ഠയെ, പാരമാർത്ഥിക സന്യാസത്തെ തേന ത്യക്തേന ഭുഞ്ജീഥാഹ എന്ന് പറയപ്പെട്ട ആ ത്യാഗനിഷ്ഠയെ പ്രഥമമായ വേദാർത്ഥം എന്നാണ് പറയുന്നത്. അതാണ് പ്രഥമമായ വേദാർത്ഥം. അങ്ങനെ പറയുമ്പോൾ, ഇതാണ് പ്രഥമമായ വേദാർത്ഥം എന്ന് പറയുമ്പോൾ എന്താണ് മറ്റെല്ലാവർക്കുമുള്ള മാർഗം? അവിടെയാണ് ദ്വിതീയമായ വേദാർത്ഥം എന്ന നിലയ്ക്ക് അടുത്ത മന്ത്രത്തെ ഭഗവാൻ ഭാഷ്യകാരൻ പരിചയപ്പെടുത്തുന്നത്. കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതം സമാഹ ഏവം ത്വയി നാന്യഥേതോസ്തി ന കർമ്മ ലിപ്യത്തെ നരേ. കുർവന്നേവേഹ കർമാണി ജിജീവിഷേത് ശതം സമാഹ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഇവിടെ മുഖ്യ വിഷയം ഇതല്ല വെച്ചതെങ്കിലും ചിന്തിച്ച മുഖ്യ വിഷയത്തിൻ്റെ അനുബന്ധമായതുകൊണ്ട് നിശ്ചയമായും ഇതുകൂടി ആലോചിക്കണം എന്ന നിലയ്ക്കാണ് ഇതിനെ പറയുന്നത്. കുർവന്നേവേഹ കർമാണി ജിജീവിഷേത് ശതം സമാഹ. ശതം സമാഹ 100 സംവത്സരകാലം, 100 കൊല്ലം. ജിജീവിഷേത് ജീവിക്കാൻ ആഗ്രഹിക്കൂ. എങ്ങനെ? ഇഹ ഇവിടെ ഈ ലോകത്തിൽ കർമാണി കുർവൻ ഏവ, കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ 100 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കൂ. നമ്മൾ ആദ്യം ചിന്തിച്ച പാരമാർത്ഥിക സന്യാസത്തിൽ, അതായത് നിവൃത്തിനിഷ്ഠയിൽ മാഗൃധ എന്നുള്ളതാണ് അവിടുത്തെ മാർഗം. ആഗ്രഹിക്കരുത്. അവിടെ ആഗ്രഹങ്ങളില്ല. ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല. അവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒട്ട് മരിക്കാനും ആഗ്രഹിക്കുന്നില്ല. എന്ത് വന്നു ചേരുന്നോ അതിൽ സംതൃപ്തനായി, എന്ത് വന്നു ചേരുന്നില്ലയോ അതിൽ സംതൃപ്തനായിട്ട് അയാൾ കഴിയുകയാണ്. ഈ പ്രാപഞ്ചികമായ ഒരു ഗതിവിഗതിയും അയാളെ ബാധിക്കുന്നില്ല. അയാൾ ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല, ഒന്നിനെയും ദ്വേഷിക്കുന്നുമില്ല. എന്നാൽ ഇവിടെ ആ പ്രഥമമായ വേദാർത്ഥമല്ല. അതുകൊണ്ട് പറയാണ് ജിജീവിഷേത്, ജീവിക്കാൻ ആഗ്രഹിക്കൂ. ജീവിക്കാൻ ആഗ്രഹിക്കൂ. ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പ്രത്യേകം മനസ്സിലാക്കണം. പലപ്പോഴും പറ്റിപ്പോകുന്നൊരു കുഴപ്പമാണ്, കുറച്ച് വേദാന്തം അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കും, ഏതെങ്കിലും ആശ്രമങ്ങളിലൊക്കെ പോവും,
ഏതെങ്കിലും സ്വാമിയാരുടെ പ്രസംഗം കേൾക്കും. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കും, ആഗ്രഹിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. ഉള്ളിലാണിച്ചാൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും. ഇത് വികലമായി നമ്മൾ മനസ്സിനെ അങ്ങോട്ട് പഠിപ്പിച്ചിരിക്കുക, ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹങ്ങൾ വരുന്നു, പല പല വിഷയങ്ങളെ കാണുമ്പോൾ ആഗ്രഹങ്ങൾ വരുന്നു. അപ്പം എന്തായി? മനസ്സിൽ സംഘർഷമായി. എന്തിനാ വേദാന്തം പഠിക്കാൻ പോയത് സംഘർഷമൊക്കെ പോയി സമാധാനം കിട്ടാനാ. പക്ഷെ പഠിച്ചു നോക്കുമ്പോൾ എന്തുണ്ടായി? സംഘർഷം ബാക്കിയായി. അപ്പം നേരെ ഒന്നിനെ നോക്കില്ല, ഇടം കണ്ടിട്ടേ നോക്കൂ. കാരണം നേരെ നോക്കിയാൽ അവൻ കാണുമല്ലോ ഞാൻ നോക്കണത്. എന്തിനീ കാപട്യം? ആഗ്രഹിക്കുന്നത് തെറ്റല്ല. മനസ്സും ബുദ്ധിയുമുള്ള കാലത്തോളം അതിൻ്റെ വൃത്തികൾ നമ്മളിലുണ്ടാവും. ആ വൃത്തികളിൽ ഇന്നതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നീ വെക്കേണ്ടതില്ല. ഇന്നതൊക്കെ വേണമെന്ന് പറഞ്ഞ് നീ അതിൻ്റെ പിന്നാലെ പോവുകയും വേണ്ട. എന്താണ് വന്നു ചേരുന്നത് അതിനെ സന്തോഷമായിട്ട് സ്വീകരിക്കാനും എന്താണ് പോകുന്നത് അതിനെ സന്തോഷമായി ഉപേക്ഷിക്കാനും കഴിയണം. ഇത് സാധകന് വേണ്ടൊരു മനോഭാവമാണ്. ഇത് സിദ്ധന് വേണ്ട മനോഭാവമല്ല, അത് സിദ്ധന് സഹജമാണ്. അത് ശ്രദ്ധിക്കുക. സിദ്ധനത് സഹജമാണ്, സാധകന് വേണ്ട മനോഭാവമാണത്. എന്ത് വരണോ അതിനെ അപേക്ഷിക്കുക, എന്ത് പോകണോ അതിനെ ഉപേക്ഷിക്കുക. ഒരിക്കലും മനസ്സാക്ഷി കുത്ത് മാനസിക സംഘർഷം ഉണ്ടാക്കരുത്. ഇവിടെ കുഴപ്പം പറ്റുന്നത് ആഗ്രഹിക്കരുത് ആഗ്രഹിക്കരുത് ആഗ്രഹിക്കരുതെന്ന് ആഗ്രഹിപ്പിച്ചിരിക്കുക മനസ്സിനെ. പറഞ്ഞർത്ഥം മനസ്സിലായി വിചാരിക്കുക. ആഗ്രഹിക്കരുതെന്ന് ആഗ്രഹിപ്പിച്ചിരിക്കുക. പക്ഷെ ആഗ്രഹമുണ്ട്, ഇപ്പം സംഘർഷം വരുന്നു. ഇവിടെ നമ്മളോട് ഋഷി പറയുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. ജുജീവിഷേത്, നീ ജീവിക്കാൻ ആഗ്രഹിക്കൂ, ജീവിക്കാൻ ഇച്ഛിക്കൂ. എത്ര കൊല്ലം ജീവിക്കാൻ ഇച്ഛിക്കണം? 100 സമാഹ, 100 കൊല്ലക്കാലം പരമാവധി ജീവിക്കാൻ ആഗ്രഹിക്കൂ. ആഗ്രഹിക്കുകയെന്ന് വെച്ചാൽ പരമാവധി ആഗ്രഹിക്കണം, ചുരുങ്ങിയതൊന്നും ആഗ്രഹിക്കരുത്. എന്തായാലും ആഗ്രഹിക്കുകയാണ്, പിന്നെ എന്തിനാ ചുരുക്കം ആഗ്രഹിക്കാൻ പോണത്? നല്ലത് ആഗ്രഹിക്കൂ, വലുത് ആഗ്രഹിക്കൂ. അതാണ് പറഞ്ഞത് 100 കൊല്ലം ജീവിക്കാൻ ആഗ്രഹിക്കൂ. ഭഗവാൻ ഭാഷ്യകാരൻ പറയും, താവദ്ധി പുരുഷസ്യ പരമായുഹു നിരൂപിതം. അത്രയുമാണ് മനുഷ്യൻ്റെ പരമായുസ് നിരൂപിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ കൂടുതൽ കിട്ടിയാൽ ബോണസ്, അത്രയേ ഉള്ളൂ. 100 ശതായുർവൈ പുരുഷ. മനുഷ്യൻ്റെ ആയുസ് നിശ്ചയമായും 100 എന്നാണ്. അപ്പോൾ 100-ലധികം ജീവിച്ചവരില്ലെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട്, ജീവിക്കണവരുണ്ട്. പക്ഷെ 100 പരമായുസ്. അപ്പോൾ പരമായുസ് വരെ ജീവിക്കാൻ ആഗ്രഹിച്ചോളൂ. അതാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങളെ ഉള്ളിൽ വെച്ചിട്ട് ആഗ്രഹിക്കുന്നത് തെറ്റെന്നാരും മനസ്സിനെ പഠിപ്പിക്കുകയോ അതിൻ്റെ ഫലമായി സംഘർഷത്തെ ഏറ്റെടുക്കുകയോ ചെയ്യരുത്. മാത്രവുമല്ല, ആകർഷിക്കുന്നവരോട് ഏറെയേറെ ആകർഷിക്കാൻ വേദം നിർദ്ദേശിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ചമകാധ്യായം ഉദാഹരണമായി പറഞ്ഞിരുന്നു. ശ്രദ്ധിക്കുക. പലപ്പോഴും രുദ്രത്തിൽ ഇതൊക്കെ ഉള്ളതെന്ന് പോലും നമ്മൾ അറിയുണ്ടാവില്ല. പകരം നമ്മൾ നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയിട്ട് വഴിപാടിന് ഷീട്ടാക്കുന്നിടത്തായിരിക്കും. അതും ഏതെങ്കിലും ജ്യോത്സ്യർ പറഞ്ഞിട്ടുണ്ടാവും, ഒരു ധാര ചെയ്തോളൂ എന്ന്. ഉടനെ ശ്രീരുദ്രം ധാര ഷീട്ടാക്കി, ഉറുപ്പി എത്രയാണെന്ന് വെച്ചാൽ അത്ര അടച്ചു, കഴിഞ്ഞു നമ്മളും ശ്രീരുദ്രമായിട്ടുള്ള ബന്ധം. അത് പോരാ, അതിലടങ്ങിയ ആശയങ്ങളൊന്ന് പഠിക്കണം. എത്രമാത്രം സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള സന്ദേശങ്ങളാണ് അതിലുള്ളതെന്ന് മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഇച്ഛ, ദൃഢമായ ഇച്ഛ, അത് നിശ്ചയമായും സഫലമാവും. ദൃഢമായി ഇച്ഛിക്കാൻ കഴിയുമെങ്കിൽ, പക്ഷെ പലപ്പോഴും നമുക്കത് കഴിയാറില്ല. ഇച്ഛിക്കും നമ്മൾ, പക്ഷെ ദൃഢതയുണ്ടാവില്ല. അതുപോരാ. ദൃഢമായി ഇച്ഛിക്കാൻ കഴിയുമെങ്കിൽ അത് പ്രാപ്തമാക്കും, പ്രാപ്തമായേ മതിയാവും. അതുകൊണ്ട് ജിജീവിഷേത് 100 സമാഹ, 100 കൊല്ലക്കാലം ജീവിക്കാൻ ആഗ്രഹിക്കൂ.
അത് ജീവിക്കുകയായിരിക്കണം. എങ്ങനെ ജീവിക്കണം? കുർവന്നേവ ഇഹ കർമാണി. ഇഹ ഇവിടെ, ഈ മനുഷ്യലോകത്തിൽ, ഈ ജീവലോകത്തിൽ, ഈ കർമ്മത്തിന് സാധ്യതയുള്ള, കർമാചരണത്തിന് സാധ്യതയുള്ള ഈ മനുഷ്യലോകത്തിൽ കുർവന്നേവ, ചെയ്തുകൊണ്ട് തന്നെ, കുർവൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ, ചെയ്യുന്നവനായി തന്നെ, വെറുതെ അലസനായി മടിയനായി ഒരു നിമിഷം ഇരിക്കരുത്. ആലസ്യവും പ്രമാദവും ദൂരെ കളയണം. കുർവന്നേവ, അവിടെ ഏവ ശബ്ദം പറഞ്ഞു. തന്നെ, സംശയം ആർക്കും വേണ്ട. കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ. എന്തിനെ ചെയ്തുകൊണ്ട്? കർമാണി, കർമ്മങ്ങളെ. കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ക്രിയകളെ നമ്മുടെ കരണങ്ങളെ കൊണ്ട് ചെയ്താൽ അത് കർമ്മമാവില്ല. ഇത് ഉപനിഷത്ത് സാരമായ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. കർമ്മണോ ഹ്യപി ബോധവ്യം എന്ന്. ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതി. കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ്. അതുകൊണ്ട് എന്ത് വേണം? കർമ്മത്തിൻ്റെ തത്വത്തെ നീ മനസ്സിലാക്കണം, അകർമ്മത്തിൻ്റെ തത്വത്തെ നീ മനസ്സിലാക്കണം, വികർമ്മത്തിൻ്റെ തത്വത്തെ നീ മനസ്സിലാക്കണം. അവിടെ ഭഗവാൻ ഭാഷ്യകാരൻ സ്പഷ്ടമായി നമ്മളോട് പറഞ്ഞു തരും. എന്താണോ കർത്തവ്യം, എന്താണോ ചെയ്യേണ്ടത്, അതാകുന്നു കർമ്മം. എന്ത് ചെയ്യരുതോ അത് വികർമ്മം. ചെയ്യാതിരിക്കുക എന്നുള്ളത് അകർമ്മം. അപ്പം ഇതിൻ്റെയൊക്കെ തത്വം മനസ്സിലാക്കണം. അവിടെ ചിലപ്പോൾ ചിലർക്ക് സംശയം വരാം. ഈ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ലേ ആ കർമ്മം? അതെ, അതിൻ്റെ തത്വം എന്ത് മനസ്സിലാക്കാനാ? ചെയ്യേണ്ടതിൻ്റെ തത്വം മനസ്സിലാക്കണം എന്ന് ഭഗവാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ചെയ്യരുതാത്തതിൻ്റെ തത്വം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം. പക്ഷെ ചെയ്യാതിരിക്കുക എന്നുള്ളതിൻ്റെ തത്വം, അതാ ഏറെ അറിയേണ്ടത്. കാരണം ഒരാൾ ബാഹ്യമായൊന്നും ചെയ്യുന്നില്ല എന്ന് അഭിമാനിച്ചിരിക്കുകയാണെങ്കിൽ അയാളായിരിക്കാം ചിലപ്പോൾ ഏറെ ചെയ്യുന്ന ആൾ. ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് എളുപ്പമാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് അഭിമാനിച്ചിരിക്കുന്നവനായിരിക്കും ചിലപ്പോൾ വളരെയധികം ചെയ്തുകൊണ്ടിരിക്കണവൻ. ഒരിക്കൽ ഒരാൾ തൻ്റെ സംഭാഷണത്തിൽ അവർക്കെന്താ പ്രശ്നം, അവരൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കണവരല്ലേ എന്ന് വളരെ നിസ്സാര ബുദ്ധിയാ പറയാനിടയായി. നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് സാധിക്കുമോ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ? എന്താ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ എന്താ പണി? എന്നാ ഒന്ന് ഇരിക്കുക, ഒരു 5 മിനിറ്റ്. എന്താ സമയം? ഒന്നും ചെയ്യാണ്ടിരിക്കാൻ വല്ല പണിയുണ്ടോ? അല്ല, ഒന്ന് ഇരിക്കുക 5 മിനിറ്റ്. വേണ്ട, ഒരു 3 മിനിറ്റ് മതി, അധികമൊന്നും വേണ്ട, ഒന്നും ചെയ്യരുത്. എന്നാൽ ഞാൻ ഇരിക്കുക, അപ്പം സമയം കാണിച്ചു തരാം. ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് സംഭാഷണം നടന്നത്. അവിടെ ഒരു കട്ടിലുണ്ട്. ഇയാൾ അതിൻ്റെ മുകളിൽ കയറി ചമ്രം പടിഞ്ഞ് 90 ഡിഗ്രിയിൽ ഈ നട്ടെല്ലൊക്കെ ആക്കി ഒരൊറ്റ ഇരിപ്പ. ശരി, 5 മിനിറ്റായി. 5 മിനിറ്റായപ്പോൾ ഇയാൾ, എന്താ ഞാൻ 5 മിനിറ്റ് ഒന്നും ചെയ്യാണ്ടിരുന്നില്ലേ? ആര് പറഞ്ഞു 5 മിനിറ്റായി? 5 മിനിറ്റായോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ നിങ്ങൾ? ഇതപ്പോൾ സ്വാമി തോറ്റുപോയില്ലേ, ഞാൻ 3-4 മിനിറ്റ് ഇപ്പോൾ ഒന്നും ചെയ്യാണ്ടിരുന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? ഞാനിപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചില്ലേ? എനിക്കൊന്നും ചെയ്യാണ്ടിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചില്ലേ? അതൊക്കെ ഉണ്ടായി. പിന്നെ നിങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നതാ? ഇതൊക്കെ ചെയ്യലാണ്, ഇതെല്ലാം ചെയ്യലാണ്.
സകല കരണങ്ങളെയും അടക്കി ഒന്നും ചെയ്യാണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലും ശരിയല്ല. കാരണം അടക്കുക എന്ന ചെയ്യൽ അവിടെയുണ്ട്. മറിച്ച് സകല കരണങ്ങളും അടങ്ങി ഒന്നും ചെയ്യാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ സകല കരണങ്ങളെയും അടക്കി ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണെന്നൊരാൾ പറഞ്ഞാൽ അതുപോലും അസത്യമാണ്. കാരണം കരണങ്ങളെ അടക്കുക എന്നുള്ള ക്രിയ അയാൾ ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാണ്ടിരിക്കൽ എളുപ്പമല്ല. ഒന്നും ചെയ്യാണ്ട് അല്പസമയം ഇരിക്കാൻ കഴിയുന്ന ആൾക്ക് എന്തും ചെയ്യാൻ കഴിയും. അയാൾക്ക് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ സാധിക്കും, സംശയമൊന്നുമില്ല. അതിരിക്കട്ടെ. അപ്പം അതുകൊണ്ട് കർമ്മത്തിൻ്റെയും വികർമ്മത്തിൻ്റെയും അകർമ്മത്തിൻ്റെയും രഹസ്യത്തെ നീ അറിയണം എന്ന് ഭഗവാൻ പറഞ്ഞു വെച്ചു. ഭഗവാൻ അതൊട്ട് ഉപദേശിച്ചു ഇല്ല. അപ്പം അറിഞ്ഞോളെന്നാണ് പറഞ്ഞത്. ആരിൽ നിന്നറിയണം? അറിഞ്ഞവരിൽ നിന്നറിയണം. അങ്ങനെ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർമ്മങ്ങളൊക്കെ കർത്തവ്യങ്ങളാണ്, കാര്യങ്ങളാണ്. ചെയ്യേണ്ടതെന്തോ അവയെ സംബന്ധിച്ച് മാത്രമേ ശാസ്ത്രത്തിൽ കർമ്മം എന്ന് പറയൂ. തനിക്ക് വിഹിതമല്ലാത്തത് താൻ ചെയ്യുന്നുവെങ്കിൽ അതിനെ കർമ്മം എന്ന് പറയാൻ പറ്റില്ല. തനിക്ക് വിഹിതമായത് താൻ ചെയ്യുന്നുവെങ്കിലേ അതിനെ കർമ്മം എന്ന് പറയാൻ സാധിക്കൂ. അപ്പോൾ വിഹിതം ആചരിക്കണം. വിഹിതമായതിനെ ആചരിച്ചുകൊണ്ട് ലോകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കൂ. അതാണ് കുർവന്നേവ ഇഹ കർമാണി. ഇഹ ഇവിടെയേ ചെയ്യാൻ പറ്റൂ. ഇവിടെ ചെയ്യണം. അവിടെ പോയിട്ട് ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട. അവിടെ പോയാൽ ഈ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കാം എന്നല്ലാണ്ട് ചെയ്യാനുള്ള വകുപ്പില്ല. ചെയ്യാൻ ഉള്ള അധികാരം ഇവിടെയേ ഉള്ളൂ. അതുകൊണ്ട് ഇതാരും കളഞ്ഞു കുളിക്കരുതെന്നാണ്. ചെയ്യാൻ അധികാരപ്പെട്ട മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ചെയ്യാനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. കർമ്മത്തിലേ നമുക്ക് അധികാരമുള്ളൂ. കർമ്മഫലത്തിലൊന്നും നമുക്ക് അധികാരമില്ല. ഫലം സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. ഫലത്തിൽ നമുക്ക് അധികാരം കർമ്മദ്വാര മാത്രമാണ്. അല്ലാതെ ഫലത്തിൽ നമുക്കൊരു നിയന്ത്രണാധികാരവും ഇല്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ആ അഗ്നിനാളത്തിലേക്ക് ഇടാതിരിക്കാം. പക്ഷേ ആ അഗ്നിയെ ഞാൻ സ്പർശിച്ചാൽ എനിക്ക് പൊള്ളുന്നുള്ളതിൽ എനിക്ക് യാതൊരു അധികാരവും ഇല്ല. ഫലം സ്വാഭാവികമാണ്. ഫലത്തിൽ എനിക്ക് അധികാരമില്ല. കർമ്മത്തിലേ എനിക്ക് അധികാരമുള്ളൂ. ക്രിയയിലേ അധികാരമുള്ളൂ. അപ്പോൾ താത്പര്യം ജീവിതത്തിൽ വിഹിത കർമ്മങ്ങളെ ചെയ്തുകൊണ്ട്, സദാ വിഹിതങ്ങളെ ചെയ്തുകൊണ്ട്, ഒരിക്കലും അലസന്മാരായി മന്ദന്മാരായി ഇരിക്കാതെ ചെയ്തുകൊണ്ട് 100 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കൂ. പരമാവധി കാലം എനിക്ക് ജീവിക്കണം. ആ ജീവിക്കുന്ന അത്രയും കാലം കർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് ജീവിക്കണം. അപ്പോൾ കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി സംശയമില്ല, വിഹിതങ്ങളെ. എന്തു ഞാൻ ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നുവോ, ഞാൻ ചെയ്യേണ്ടതെന്തോ അത് ചെയ്തുകൊണ്ട്, ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് ജീവിക്കണം. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും വേർതിരിച്ചറിയണം. ചെയ്യരുതാത്തത് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല, നിരന്തര സംഘർഷം മാത്രം ബാക്കിയാവും. ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ കൃതാർത്ഥതയോടെ നമുക്ക് ജീവിക്കാം. സന്തോഷമായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് മരിക്കുകയും ചെയ്യാം. അല്ലാതെ സന്ദർഭവശാൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയാതെ ഏതെങ്കിലുമൊക്കെ ചെയ്താൽ ചിലപ്പോൾ നിത്യം സംഘർഷമായി കഴിയാമെന്ന് മാത്രമല്ല, ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വരില്ലെന്നാരും കരുതരുത്. കിമഹം സാധുനാകരവം, എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല. കിമഹം പാപമകരവം, എന്തുകൊണ്ട് ഞാൻ പാപം ചെയ്തു പോയി എന്നാലോചിക്കുന്ന ചില സന്ദർഭങ്ങൾ വരും.
അതെപ്പോഴാന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അതെപ്പോഴും വരാം. ഇതപ്പോൾ സംസാരിക്കുമ്പം തന്നെ വരാം, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരാം. എന്നാൽ ബാക്കിയുള്ളവർക്ക് പണിയായി എന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ അയാൾക്ക് പണിയില്ല. അതെ, അത് ഒന്നും കൂടി സ്പഷ്ടതരമായിട്ട് ഇതേ ഈശാവാസ്യോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓം ക്രതോസ്മര കൃതം സ്മര, ക്രതോസ്മര കൃതം സ്മര. അല്ലയോ മനസ്സേ, ചെയ്തതിനെയൊക്കെ ഒന്ന് ഓർമ്മിക്കൂ. അല്ലയോ മനസ്സേ, ചെയ്തതിനെയൊക്കെ ഒന്ന് ഓർമ്മിക്കൂ. ഇതെന്തിനാ 2 പ്രാവശ്യം പറയണത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഓർമ്മിച്ചോളണം എന്നില്ല. ഇത്രയും കാലം ഏകദേശം മനസ്സിലായല്ലോ ഏതാ അവസ്ഥ എന്ന്. അവസാനത്തെ പോകാനുള്ള സമയമായി. ആ സമയത്താണ് പറയണത്, മനസ്സേ നീ ഒന്ന് ഓർമ്മിച്ചോളൂ എന്തൊക്കെ ചെയ്തു എന്ന്. ഒന്നും കൂടി അവിടെ ഓർമ്മിച്ചോളൂ എന്തൊക്കെ ചെയ്തു എന്ന്. അങ്ങനെ വേറെ ആരെയും ബോധിപ്പിക്കാനല്ല, മറ്റാരോടും പറയാനല്ല. മറ്റാരോട് വേണമെങ്കിൽ നമുക്ക് എന്ത് തട്ടിപ്പ് വേണമെങ്കിൽ പറയാം. നിങ്ങളെ മുമ്പിൽ ഇപ്പോൾ വന്ന് ഗംഭീരമായിട്ട് പ്രസംഗം ചെയ്യാം. എത്രയോ മിടുക്കനായിട്ടും കേമനായിട്ടും നിങ്ങളുടെ മുമ്പിൽ സ്വയം അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കും. എൻ്റെ കാപട്യം നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് എൻ്റെ മഹത്വം. ചിന്തിക്കുക. പക്ഷേ ഒരാളുടെ മുമ്പിൽ മറച്ചു വയ്ക്കാൻ കഴിയില്ല. അവനോടാ പറയണത്, ക്രതോ, അല്ലയോ മനസ്സേ, സ്മര, ഓർമ്മിക്കൂ കേട്ടോ. കൃതം സ്മര, ചെയ്തതിനെയൊക്കെ ഒന്ന് ഓർമ്മിക്കൂ. അന്ന് ആ സമയത്ത് പോലും നിരാശപ്പെട്ടങ്ങ് പോണ്ടി വരിക പറഞ്ഞാൽ വിഷമാ. അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും വേർതിരിക്കണം. ഇല്ലെങ്കിൽ ഇത് രണ്ടിനും ഉപരി എത്തിയിരിക്കണം. പ്രാശയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. കർത്തവ്യാകർത്തവ്യങ്ങൾക്ക് ഉപരി എത്തിയ ഒരു മഹാത്മാവിനെ സംബന്ധിച്ച് ഒരു ചെയ്യേണ്ടതുമില്ല, ചെയ്യരുതാത്തതുമില്ല. ശ്രീകൃഷ്ണനെ ബ്രഹ്മചാരി എന്ന് വിളിച്ചത് കേട്ടിട്ടുണ്ടോ? ശ്രീകൃഷ്ണൻ്റെ നാമങ്ങളിൽ നിത്യബ്രഹ്മചാരി എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണൻ. വെളിവിൽ നമുക്ക് 80 മക്കളുടെ ലിസ്റ്റ് തരാൻ പറ്റും, പേര് വിവരം. ഒളിവിൽ എത്രയെന്ന് ഭഗവാനെ അറിയുള്ളൂ. ഒന്നിനെന്തായാലും നമുക്കറിയാം, ഉപശ്ലോകൻ. അപ്പോൾ ഒളിവിലും വെളിവിലുമായി നമ്മുടെ അറിവിൽപ്പെട്ട 81 മക്കളുണ്ട്. വേറെ എത്രയെന്ന് ഭഗവാന് മാത്രമേ അറിയുള്ളൂ, നമുക്ക് ആർക്കും അറിയില്ല. ആ ഭഗവാന്റെ പേര് നിത്യബ്രഹ്മചാരി. അതെങ്ങനെയാ? അത് ചിന്തിച്ചു പോയിക്കൊള്ളുക. അവൻ ഈ ലോകങ്ങളെ മുഴുവൻ ഹിംസിച്ചാലും അവൻ ഒന്നിനെയും ഹിംസിക്കുന്നില്ല. അവൻ സ്ത്രീകളോടുകൂടെ രമിച്ചാലും അവൻ്റെ ആത്മനിഷ്ഠയ്ക്ക് ഭംഗമില്ല. ആ ഒരു തലം സാമാന്യ വ്യാവഹാരിക തലമല്ല. അല്ലാതെ ഞാൻ എൻ്റെ എന്ന ബുദ്ധിയോടുകൂടി കഴിയുന്ന സമസ്ത ജനങ്ങളെ സംബന്ധിച്ചും കർത്തവ്യാകർത്തവ്യങ്ങളുണ്ട്. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമുണ്ട്. ചെയ്യേണ്ടത് ചെയ്യുക, ചെയ്യരുതാത്തത് ഒഴിവാക്കുക. അല്ലാതെ വരുമ്പോൾ അത് നിത്യവും സംഘർഷത്തിന് മാത്രം കാരണമാക്കും. അതുകൊണ്ട് ഇവിടെ ഈ ലോകത്തിൽ ലോകം കാണപ്പെടുന്നതാണ്. കാണപ്പെടുന്നതൊക്കെ അനുഭവിക്കപ്പെടുന്നതൊക്കെ നമ്മൾ തന്നെ സമ്പാദിച്ചതാണ്. ഇന്നലെകളിലെ ആചരണങ്ങളിലൂടെ നമ്മൾ സമ്പാദിച്ചതാണ് ഇന്ന് കാണുന്നത്, അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നീ ജീവിക്കുമ്പോൾ നാളേക്കെങ്കിലും നല്ല സമ്പാദ്യം നേടിക്കോളൂ. എങ്ങനെ? വിഹിത കർമ്മങ്ങളെ ആചരിക്കുന്നവനായിട്ട്. കുറുവന്നേവ ഇഹ കർമാണി. ആ ഇഹ എന്നുള്ളതിന് വലിയ അർത്ഥമുണ്ട്. ഒരു നിമിഷം പോലും മടിയനായി അലസനായിരിക്കരുത്. നമ്മൾ ഓർമ്മിച്ചോളണം. ഈ മന്ത്രമൊക്കെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടും നമ്മൾ എന്തേ ഇങ്ങനെ മടിയന്മാരായി? ചിന്തിക്കുക.
ഒരാൾ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ ലീവ് എടുക്കാനാ തിരക്ക്, ജോലി ചെയ്യാനല്ല. ഇത്ര ലീവ് ബാക്കിയുണ്ട്, അത് തരപ്പെടുത്തണം എന്നാ. അതെ, ആരെങ്കിലും എവിടെയെങ്കിലും ജനിച്ചു എന്നോ മരിച്ചു എന്നോ കേട്ടാൽ ഒഴിവ് വേണമെന്നാ, പ്രവർത്തിക്കണം എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇതെന്ത് നമ്മൾ ഇങ്ങനെയായിപ്പോയി? തീർത്തും ആലസ്യം, തീർത്തും പ്രമാദം. ഇതൊരാചാര്യനും പറഞ്ഞു തന്നിട്ടില്ല, ഒരു ശാസ്ത്രവും പറഞ്ഞു തന്നിട്ടില്ല. മറിച്ച് കുശലതയിൽ നിന്ന് ഒരിക്കലും പിന്തിരിയരുതെന്നാണ് ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ചത്. കുശലാന്ന പ്രമദിതവ്യം. കുശലം എന്നുള്ളതിന് ഭഗവാൻ ഭാഷ്യകാരൻ നൽകുന്ന അർത്ഥം ആത്മരക്ഷാർത്ഥാത് കർമ്മണഃ ന പ്രമദിതവ്യം. ആത്മരക്ഷയ്ക്കായിക്കൊണ്ടുള്ള കർമ്മത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്നാണ്. ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് ആത്മരക്ഷ എന്ന് പറയുമ്പോൾ തൻ്റെ ഭാര്യയുടെ, കുടുംബത്തിൻ്റെ, മക്കളുടെ, ഭർത്താവിൻ്റെ എന്ന് വേണ്ട എല്ലാവരുടെ രക്ഷയും അതിൽ അന്തർഭവിച്ചു. ഈ കുശലത എന്തേ നമ്മൾ മറന്നുപോയോ? ചിന്തിക്കുക. പകരം എന്തെല്ലാമോ വികല ധാരണകളെ നമ്മൾ ധാർമ്മികമെന്നും ആധ്യാത്മികമെന്നും ധരിച്ചു വെച്ചിരിക്കുക, ഒന്നിനും കൊള്ളായ്മകളെ. അതെ, അപ്പോഴായി വായി കൈയിട്ടാ കടിക്കില്ല എന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തങ്ങൾ. കേമത്വം പറയുന്നതാ, മഹത്വം പറയുന്നതാ ഒരാളുടെ. നല്ല മനുഷ്യനാ, വായി കൈയിട്ടാ കടിക്കില്ല. നമ്മളും കേട്ടിട്ടുണ്ടാവും. വായി കൈയിട്ടാ കടിക്കാത്തവൻ നല്ലവനാ അല്ല ഒന്നിനും കൊള്ളാത്തവനോ? അല്ലേ, ഒന്നിനും കൊള്ളാത്തവനല്ലേ? ചിന്തിക്കുക. അല്ലെങ്കിൽ കൈയിടുന്നത് ദന്ത ഡോക്ടർ ആവണ്ടേ? എന്നാൽ ശരിയാണ്, കടിക്കരുതെന്നുള്ളത്. പക്ഷേ നമ്മൾ ഇത്തരം വികലങ്ങളായ ധാരണകളെയാ താലോലിക്കുന്നത്. ഒന്നിനും കൊള്ളായ്മ. ഈ ഒന്നിനും കൊള്ളായ്മ കേമത്തമാണെന്ന് ധരിക്കുന്നു. ഇത് ഒരു സമഷ്ടി ഏറ്റെടുക്കുന്ന സമയത്ത് രാഷ്ട്രം നശിച്ചു പോവുക ചെയ്യണത്. അതെ, അവൻ അപ്പുറത്തു നിന്ന് കണ്ണുരുട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്തോട്ട് വരിക. കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇന്ത്യയുടെ സ്ഥലം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ചൈന ഒരുപാട് ഇപ്പം തന്നെ കൈവശാക്കി കഴിഞ്ഞു. അവൻ ഒരു കണ്ണുരുട്ടൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അത്രയും പിന്നോക്കം വരുന്നു. നാണക്കേടുന്നല്ലാണ്ട് എന്ത് പറയാൻ? കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യക്കാരായ കുറേ പേരെ അവിടുത്തെ പട്ടാളക്കാർ വന്ന് ഭീഷണിപ്പെടുത്തി. ഉടനെ നമ്മൾ ഗവൺമെൻറ് ആവശ്യപ്പെട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു. ഓരോരോ കണ്ണുരുട്ടലും നമ്മളെ ഭയപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? ചിന്തിക്കുക. ഇതാ നമ്മളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. വേദം കരുത്തിൻ്റെ സന്ദേശം തന്നു, ഇതുണ്ടോ നമ്മൾ പഠിക്കുന്നു? പകരം കഴിവില്ലായ്മയുടെ സന്ദേശത്തെ ഉദാത്തമെന്നും ആധ്യാത്മികമെന്നും നമ്മൾ മാനിക്കുന്നു. ചിന്തിക്കുക. അതുകൊണ്ട് വിഹിത കർമ്മങ്ങളെ ചെയ്തുകൊണ്ടെന്ന് പറയുമ്പോൾ കുശലതയോടുകൂടിയെന്ന് ഗൃഹസ്ഥന്മാർ വിശേഷിച്ചും മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലാക്കണം. പക്ഷേ ഗൃഹസ്ഥന്മാർക്കിത് വിശേഷമാണ്. ചിന്തിക്കുക. ഏയാ കയാച്ച വിധയ ബഹുവന്നം പ്രാപ്നുയാത്. ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞു തന്നു, എങ്ങനെയെങ്കിലുമൊക്കെ ഏയാ കയാച്ച വിധയ, എങ്ങനെയെങ്കിലുമൊക്കെ ബഹുവന്നം പ്രാപ്നുയാത്, ധാരാളം അന്നം സമ്പാദിച്ചോളൂ എന്ന്. അന്നം സമ്പാദിക്കുക കൃഷി ചെയ്ത് അന്നം ഉണ്ടാക്കുക, അന്നം വാങ്ങാനുള്ള കഴിവ് നേടിയെടുക്കുക, സാമ്പത്തികമായി ഉയർച്ച നേടുക. ചിന്തിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൽ കർത്തവ്യകർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ പരമാവധി ജീവിക്കാൻ ആഗ്രഹിക്കൂ. ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നൊന്നും പറയരുത്. ആഗ്രഹങ്ങൾ താനേ കൊഴിഞ്ഞു പോയ ഒരാളെ കൊണ്ട് ആഗ്രഹിപ്പിക്കാൻ വേറൊരാൾക്ക് സാധ്യമല്ല. അയാളിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുക. അല്ലാതെ ആഗ്രഹങ്ങൾ ഉള്ളവർ ഇല്ലെന്ന് നടിക്കരുത്. കാപട്യം ആദ്യം ദൂരെ കളയുക.
ആഗ്രഹിക്കുമ്പോൾ നല്ലോണം ആഗ്രഹിക്കുക, ആഗ്രഹിക്കുമ്പോൾ നല്ലതിനെ ആഗ്രഹിക്കുക. ഇച്ചിരി ഇച്ചിരി ആഗ്രഹിച്ചതിൽ തൃപ്തരാവരുത്. അല്ലെങ്കിൽ ആഗ്രഹം കൊഴിഞ്ഞുപോയ അവസ്ഥയിലേക്ക് ഉയരുക. അതാദ്യം പറഞ്ഞു നിവൃത്തിനിഷ്ഠ. കുർവന്നേവേഹ കർമാണി ജിജീവിഷേത് ശതം സമാഹ. ഏവം ത്വയി, ഇങ്ങനെയുള്ള നിന്നിൽ, കർമാധികാരിയായ നിന്നിൽ, കർമ്മം അനുഷ്ഠിക്കാൻ അധികാരിയായി ഈ ലോകത്തിൽ കഴിയുന്ന നിന്നിൽ, ന അന്യഥാ ഇതഹ അസ്തി. ഇതഹ ഇവിടെ നിന്ന്, ഈ ലോകത്തിൽ നിന്ന്, ഈ കർമ്മവ്യാപാരം ചെയ്യാൻ ബാധ്യതപ്പെട്ട തലത്തിൽ നിന്ന്, ന അസ്തി, വേറൊരു വഴി ഇല്ല. കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ. എങ്ങനെയെങ്കിലും കർമ്മബന്ധനത്തിനുപരി എത്തണം. എന്താ വഴി? കർമ്മം ആചരിച്ചോളൂ. കർമാചരണമല്ലാതെ ശരീരാഭിമാനിയായിരിക്കുന്ന നിനക്ക് കർമ്മമേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗം ഇല്ല. നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ. ശരീരത്തെ ധരിച്ചിരിക്കുന്നവരാൽ കർമ്മം തീർത്തും ഉപേക്ഷിക്കുക സാധ്യമല്ല. എത്ര കാലം വരെ ഒരാൾക്ക് ദേഹത്തിൽ ഞാനെന്നുള്ള ആ ഒരു ചിന്തയുണ്ടോ അത്രയും കാലം അയാൾ കർമാചരണത്തിന് ബാധ്യസ്ഥനാണ്. നീ കർമ്മം ചെയ്തേ ഒക്കൂ. അപ്പം പിന്നെ വിഹിത കർമ്മം ചെയ്യൂ, നല്ല കർമ്മം ചെയ്യൂ. അല്ലെങ്കിൽ ഉറപ്പാ നീ നിഷിദ്ധകർമ്മം ചെയ്യും. അതുകൊണ്ട് കർമ്മത്തെ നല്ല ദിശയിലേക്ക് തിരിച്ചുവിടൂ, വിഹിതത്തിലേക്ക് തിരിച്ചുവിടൂ, മനസ്സിനെ നന്മയിലേക്ക് തിരിച്ചുവിടൂ. മനസ്സടങ്ങിയവരെന്തോ ചെയ്യട്ടെ. നീ മനസ്സ് അടങ്ങിയിട്ടില്ലല്ലോ, ഇല്ല, എന്നാ നല്ലത് ചിന്തിച്ചോളൂ. നിന്റെ വാക്ക് അടങ്ങിയിട്ടില്ലല്ലോ, ഇല്ല, എന്നാ നല്ലത് പറഞ്ഞോളൂ. നിന്റെ ശരീരം അടങ്ങിയിട്ടില്ലല്ലോ, ഇല്ല, എന്നാ നല്ലത് ചെയ്തോളൂ. അല്ലാതെ ഇതിനെ അമർത്തി വയ്ക്കാനല്ല പറയുന്നത്. ഏവം ത്വയി, ഇങ്ങനെയുള്ള കർമാധികാരിയായ ശരീരാഭിമാനിയായ നിന്നിൽ ന അന്യഥാ ഇതഹ അസ്തി, ഇവിടെ നിന്ന് ഈ കർമ്മമേഖലയിൽ നിന്ന് മറ്റൊരു മാർഗമില്ല. ആചരിക്കൂ. ന കർമ്മ ലിപ്യത്തെ നരേ, നരനിൽ, മനുഷ്യമാത്ര അഭിമാനിയായ നിന്നിൽ ഞാൻ മനുഷ്യനാകുന്നു, ഞാൻ കർമാധികാരിയാകുന്നു, എനിക്ക് ഇന്നിന്ന കർമ്മങ്ങൾ വിഹിതങ്ങളായുണ്ട്, ഇന്നിന്ന കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ അധികൃതനാണ് എന്ന അഭിമാനത്തോടു കൂടി കഴിയുന്ന നിന്നിൽ ഈ കർമാചരണമല്ലാതെ മറ്റൊരു വഴിയില്ല. അതൊരിക്കലും നിന്നെ ലേപനം ചെയ്യുന്നില്ല. അപ്പം ചോദ്യം വരുന്നു, അപ്പം കർമ്മങ്ങൾ ലേപനം ചെയ്യുന്നു, കർമ്മങ്ങൾ ബന്ധിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെയാണോ? പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് കർമ്മബദ്ധരാണ് ലോകമെന്ന്, കർമ്മബദ്ധമാണ് ലോകം, ഈ സംസാര ക്ലേശങ്ങളൊക്കെ കർമ്മബദ്ധമായതിനാലാണെന്നൊക്കെ. ശരിയാണ്, അങ്ങനെ പറയാറുണ്ട്. പറയുന്നത് തെറ്റാണോ? തെറ്റല്ല. പിന്നെ കർമ്മബദ്ധം എന്ന് ലോകത്തെ നമ്മൾ പറയുമ്പോൾ, കർമ്മബദ്ധരാണ് നമ്മളെന്ന് പറയുമ്പോൾ, വാസ്തവത്തിൽ കർമ്മം എന്നുള്ളതിൻ്റെ ക്രിയാംഗമല്ല നമ്മളെ ബന്ധിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ചെയ്തി വിശേഷമല്ല നമ്മളെ ബന്ധിക്കുന്നത്, മറിച്ച് അതിനോട് ചേരുന്ന മമത്വബുദ്ധിയാണ് നമ്മളെ ബന്ധിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും കർമ്മം നമ്മളെ ബന്ധിക്കില്ല. കർമ്മത്തിന് നമ്മൾ ബന്ധിക്കാനുള്ള സാമർഥ്യമോ ശക്തിയോ ഇല്ല. മറിച്ച് കർമാചരണത്തിൽ ചേർന്ന് വരുന്ന അഹം മമ, ഞാൻ എൻ്റെ എന്നുള്ള ഈ വൃത്തികളാണ് നമ്മളെ ബന്ധിക്കുന്നത്, അല്ലാതെ കർമ്മമല്ല. കർമ്മം ചെയ്തേ ഒക്കൂ, ചെയ്യാതെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നെ നമുക്ക് എന്തേ കഴിയൂ? അല്പം വിചാരശീലത വളർത്തുക. വിചാരശീലതയെ വളർത്തി
വളരെ പരിമിതമായ, സങ്കുചിതമായ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അർത്ഥശൂന്യമായ ഈ എൻ്റെ എനിക്ക് എന്നുള്ള ഈ അഭിമാനം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്തർത്ഥം എന്നൊന്ന് ചിന്തിക്കുക. ഒരു വിചാരം ചെയ്യാം. ഇപ്പം കർമാചരണം ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന വ്യക്തിയിൽ തന്നെ, ആചരണം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ക്രമികമായി വിചാരം വർദ്ധിക്കുകയും ഇന്നലേക്കളിൽ ബന്ധിച്ചതുപോലെ ഇന്ന് കർമ്മം നമ്മളെ ബന്ധിക്കാത്ത അവസ്ഥാവിശേഷത്തെ സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. അതിനുള്ള ചില സൂചനകൾ മുൻപ് തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ പരമ്പരയിൽ. ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായി, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി സകല കർമ്മങ്ങളും സംഭവിക്കുകയാണ്. അതിനുപാധികളായി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നു. എല്ലാം ആ നിയമവ്യവസ്ഥയിൽ അന്തർഭവിച്ചതാണ്, ആ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനവന് ചെയ്യാനുള്ളത് കുശലതയോടെ ചെയ്യാം. കുശലതയോടെ. ആ കുശലതയോടെ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് യോഗമെന്ന്. യോഗ കർമ്മസു കൗശലം. യോഗം കർമ്മങ്ങളിലുള്ള കുശലതയാണ്. ചെയ്യാനുള്ളത് ഭംഗിയായി ചെയ്യുന്നു. പക്ഷെ അതേ സമയത്ത് അതിൻ്റെ മമത്വഭാവങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. ഈ മമത്വഭാവങ്ങളാൽ ബന്ധിക്കപ്പെടാതെ കർമ്മം ചെയ്യാനുള്ള ആ കുശലതയുണ്ടല്ലോ, അതാണ് കർമ്മയോഗം. ഈ യോഗബുദ്ധിയോടുകൂടി നീ കർമ്മങ്ങളെ ആചരിക്കൂ. ലോകത്തിൽ വിഹിത കർമ്മങ്ങളെ യോഗബുദ്ധിയോടുകൂടി ആചരിക്കൂ. അങ്ങനെ കർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് തന്നെ 100 വർഷം ജീവിക്കാൻ ഇച്ഛിക്കൂ. നമുക്ക് വളരെ വിസ്തരിച്ച് പോവാം ഈ വിഷയങ്ങൾ. പക്ഷേ സാമാന്യമായി പ്രകാരം ചിന്തിക്കുമ്പോൾ വ്യക്തമായൊരു ജീവിത വീക്ഷണം നമുക്ക് ലഭിക്കും. ഈ 2 മന്ത്രങ്ങളിലൂടെ ഈശാവാസ്യ ഉപനിഷത്ത് വ്യക്തമായ വൈദിക ജീവിത വീക്ഷണത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ ജീവിത വീക്ഷണത്തെ പ്രഥമമെന്നും ദ്വിതീയമെന്നും 2 വേദാർത്ഥങ്ങളായി ഭഗവാൻ ഭാഷ്യകാരൻ ചൂണ്ടിക്കാണിക്കുന്നു. ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ ദ്വിവിധോഹി വേദോക്തോ ധർമ്മ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഗീതാഭാഷ്യത്തിൻ്റെ ആരംഭത്തിൽ. വേദോക്തമായ ധർമ്മം പ്രവൃത്തിയും നിവൃത്തിയും എന്നിങ്ങനെ 2ആണ്. ഇത് ഭഗവാൻ ഭാഷ്യകാരൻ ആവിഷ്കരിച്ചൊരു സിദ്ധാന്തമൊന്നുമല്ല, മറിച്ച് ഇതാണ് വേദത്തിൻ്റെ താത്പര്യം. ഇത് സർവത്ര ശാസ്ത്രങ്ങളിൽ ആവർത്തിച്ചതാണ്. ദ്വാവിമാവധ പന്ഥാനൗ യത്ര വേദാ പ്രതിഷ്ഠിതാഃ പ്രവൃത്തിലക്ഷണോ ധർമ്മോ നിവൃത്തിശ്ച വിഭാവിത. മഹാഭാരതം പറഞ്ഞു തരും. 2 വഴികളാണുള്ളത്. യാതൊന്നിൽ വേദം മുഴുവൻ പ്രതിഷ്ഠിതമാണോ അങ്ങനെയുള്ള ജീവിതമാർഗം 2ആണ്. പ്രവൃത്തിലക്ഷണമായ ധർമ്മവും നിവൃത്തിലക്ഷണമായ ധർമ്മവും. ഇതിനെ തന്നെ സാഖ്യമെന്നും യോഗമെന്നും ജ്ഞാനനിഷ്ഠ എന്നും കർമ്മനിഷ്ഠ എന്നും ഒക്കെ പല പല പേരുകളിൽ ശാസ്ത്രങ്ങളിൽ വിസ്തരിക്കും. ഈ 2 അല്ലാതെ മൂന്നാമതൊരു മാർഗം നമുക്കില്ല. സനാതനധർമ്മത്തിൽ അനേകം സാധനമാർഗങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതൊക്കെ ഇതിൽ അന്തർഭവിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, എല്ലാം ഇതിൽ അന്തർഭവിക്കും. അതിനെയാണ് ലോകേസ്മിൻ
ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ. ഹേ അനഘ, അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ ദ്വിവിധാ നിഷ്ഠ, രണ്ട് പ്രകാരത്തിൽപ്പെട്ട നിഷ്ഠ പണ്ട് പണ്ടേ എന്നാൽ പറയപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതാണ് ഇവിടെ ഒന്നാമത്തെ പരമമായ തത്വവിജ്ഞാനത്തിൽ സ്വാഭാവികമായുള്ള ത്യാഗനിഷ്ഠയും പാരമാർത്ഥിക സന്യാസവും. ആ പാരമാർത്ഥിക സന്യാസം എന്ന് പറയുമ്പോൾ അത് നിവൃത്തിയാണ്, അത് ത്യാഗനിഷ്ഠയാണ്, അത് സഹജമായി വരുന്നതാകട്ടെ പരമമായ ആത്മവിജ്ഞാനത്താലുമാണ്. സർവം ഖലു ഇദം ബ്രഹ്മ ഈശാവാസ്യമിദം സർവം എന്നുള്ള വിജ്ഞാനത്തിൽ നിന്നാണ്. എന്നാൽ അതിലേക്ക് അങ്ങോട്ട് അധികാരിയായിട്ടില്ലാത്ത തലത്തിൽ അവനവൻ്റെതായ കർമാചരണത്തെ ചെയ്തുകൊണ്ടും. ഈ വിഷയം വളരെ വിചാരത്തിന് വീണ്ടും വീണ്ടും വിധേയമാക്കുക. എന്നിട്ട് അവനവൻ്റെ അധികാരത്തിനനുസരിച്ചുള്ള ജീവിത മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തിന് മാത്രമേ വകുപ്പുള്ളൂ. അവിടെ സംഘർഷത്തിന് വകുപ്പില്ല. സംഘർഷം വന്നു ചേരുന്നത് അധികാരമില്ലാത്ത മേഖലയിൽ അധികാരമില്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഞാൻ എന്തിനധികൃതനെന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഒരു പ്രശ്നവും ആർക്കും ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനം ഇവിടെ ഈ കർമ്മം എന്ന് പറഞ്ഞുവല്ലോ, ഈ കർമ്മം എന്തെന്ന് കണ്ടെത്തുന്നിടത്താണ് അതിൻ്റെ വിഷമതയുള്ളത്. അതാണ് കർമ്മണോഹ്യവി ബോധവ്യം എന്ന് നേരത്തെ പറഞ്ഞത്. എന്താണ് എൻ്റെ കർത്തവ്യമെന്ന് കണ്ടെത്തണം. ഒരിക്കലും അത് മറ്റാരാലും അടിച്ചേൽപ്പിക്കപ്പെടുന്നതാവരുത്. സഹജം കർമ്മ കൗന്തേയ സദോഷമഭി ന ത്യജേത്. സഹജമായിരിക്കുന്ന കർമ്മം ബാഹ്യനിരീക്ഷണത്തിൽ ദോഷയുക്തമാണെന്ന് തോന്നിയാലും ഉപേക്ഷിക്കരുതേ എന്ന് ഭഗവാൻ പറഞ്ഞു. ന ത്യജേത്. അവ ത്യക്തമായിക്കൊള്ളട്ടെ, അതിന് പ്രശ്നമല്ല. പ്രാവശ്യം ശരിക്കും മനസ്സിലാക്കണം. തെങ്ങിൻ്റെ പട്ട നല്ല പാകപ്പെട്ട് പഴുത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ താനേ കൊഴിഞ്ഞു വീഴും. പക്ഷേ അത് പഴുക്കുന്നതിന് മുമ്പ്, ഉണങ്ങുന്നതിന് മുമ്പ് ആനയെക്കൊണ്ട് പിടിച്ച് വലിപ്പിച്ചാലും അത് വീഴില്ല. പിന്നെ തെങ്ങിൻ്റെ പുറംപൊളി അടക്കം പൊളിഞ്ഞു പോരുകയുള്ളൂ. അതേ സമയത്ത് ഉണങ്ങിക്കഴിഞ്ഞാലോ കമ്പക്കയറിട്ട് കെട്ടിവെച്ചാലും അവിടെ നിൽക്കില്ല. തെങ്ങുമായുള്ള സംബന്ധം വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് സ്വാഭാവികമായി ത്യക്തമാകുന്നതാണ്. തേന ത്യക്തേന നേരത്തെ പറഞ്ഞു. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയോ മറ്റെന്തിൽ നിന്നെങ്കിലും ഒഴിഞ്ഞു മാറാനോ മറ്റേതെങ്കിലും വിഷമങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് ഉള്ള പ്രയാസം കൊണ്ടോ ഒക്കെ ഒരാൾ സന്യാസമാർഗത്തിലേക്ക് പോവുക പറഞ്ഞാൽ അത് സന്യാസവും ആവില്ല, യോഗവും ആവില്ല. പിന്നെ ഇപ്പം എന്താവുക എന്ന് ചോദിച്ചാൽ അത് പറയാനൊട്ട് ഒരു പേരും ഇല്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് സഹജം കർമ്മ കൗന്തേയ സദോഷമഭിനത്യജേത്. സഹജമായിരിക്കുന്ന കർമ്മം അല്പം ദോഷയുക്തമാണെന്ന് നിനക്ക് തോന്നിയാലും നീ ത്യജിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ഇവിടെ നീ മര്യാദയ്ക്ക് യുദ്ധം ചെയ്തോന്നർത്ഥം അർജുനനോട്. എന്തുകൊണ്ട്? സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃത. എല്ലാ കർമ്മങ്ങളും അഗ്നി പുകയാൽ എന്ന പോലെ ചേർക്കപ്പെട്ടതാണ്. അത് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഈ ലോകത്തിൽ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് കഴിയുമ്പോൾ പരമാവധി ശുദ്ധഭാവനയോടുകൂടി ചെയ്യാന്നുള്ളതേ സാധിക്കൂ. ഒരു വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ അതിൽ ചില ദോഷങ്ങൾ ഉണ്ടായി എന്ന് വരും. സാരമില്ല, എല്ലാ കർമ്മങ്ങളിലും ദോഷങ്ങളുണ്ട്. ദോഷമില്ലാത്ത കർമ്മം ഏതാ ഉള്ളത്? ഏതെങ്കിലും ഒരു കർമ്മം ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ ദോഷമില്ലാത്തത്? സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഹ. എല്ലാ ആരംഭങ്ങളും ദോഷത്തോട് ചേർന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നു. പിന്നെയല്ലേ പ്രശ്നം? അതുകൊണ്ട് നമുക്ക് വിവേകത്തോടുകൂടി ബോധപൂർവം ആരെയും ഉപദ്രവിക്കണമെന്ന് ചിന്തിക്കാതെ, ബോധപൂർവകമായി മറ്റൊന്നിനെയും ദ്രോഹിക്കാതെ അങ്ങനെയൊക്കെ സാധിക്കൂ. അല്ലാതെ യാതൊരു ദോഷമില്ലാത്ത ജീവിതം ചെയ്യണം, അതൊന്നും സാധിക്കും തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു ദിശയിൽ നിന്ന് നോക്കുമ്പോൾ
ഗുണകരമെന്ന് തോന്നിയാലും മറ്റൊരു ദിശയിൽ നോക്കുമ്പോൾ ദോഷകരമെന്ന് തോന്നും. അതുകൊണ്ട് അവനവൻ എന്ത് ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നുവോ, അവനവനിൽ എന്ത് കർമ്മമാണോ വന്ന് ചേർന്നിരിക്കുന്നത്, അതിനെ കുശലതയോടുകൂടി ചെയ്യുക. അങ്ങനെ വന്നു ചേർന്നിരിക്കുന്ന കർമ്മത്തിൽ ഒട്ടും സംതൃപ്തി തോന്നുന്നില്ലേ എങ്കിൽ വിലയിരുത്തുക, എൻ്റെ മനസ്സിൻ്റെ ദോഷം കൊണ്ടാണോ ഈ സംതൃപ്തിയുടെ അഭാവം. ഈ ഒരു എന്താ പറയുക, എൻ്റെ മനസ്സിൻ്റെ ദോഷം എന്ന് പറയുമ്പോൾ എങ്ങനെയാപ്പോൾ ഇതിന് നമ്മളെ മനസ്സ് ഓരോന്ന് സങ്കല്പിച്ച് വയ്ക്കും. എന്തൊക്കെയാ സങ്കല്പിക്കുക, അതിൻ്റെ വൈകല്യം കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓർമ്മ വരുന്നത് വളരെ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ. വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ എന്ന് മാത്രമല്ല, അയാൾ വളരെ സമ്പന്നനുമാണ്. ഈ ഭൂപരിഷ്കരണ നിയമമൊന്നും നടപ്പിലില്ലാത്ത സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളാണ്. 600 ഏക്കർ ഭൂമിയുണ്ട്. അയാളൊരു ഡോക്ടറുമാണ്. പോരെ, നല്ല ധാരാളം രോഗികളുള്ള ഡോക്ടറാണ്. എന്നയാൾ ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുണ്ട്, കെട്ടും മട്ടും ഒന്നും തരക്കേടില്ല, നല്ലൊരു പുരുഷാകാരമാണ്. ഇനി വേണമെങ്കിൽ ചില ദൃഷ്ടികളിലൂടെ വേണമെങ്കിൽ സുന്ദരൻ എന്നൊക്കെ പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇയാൾ കല്യാണം ആലോചിച്ച് നടക്കല്ലാണ്ട് പെണ്ണിനെ കിട്ടണില്ല. 2-3 കൊല്ലം കല്യാണം ആലോചിച്ചു. അച്ഛൻ മടുത്തു, വീട്ടുകാർ മടുത്തു. ഏത് പെണ്ണിനെ പോയി കണ്ടാലും ഇയാൾക്ക് ഇഷ്ടാവില്ല. അവർക്കൊക്കെ ഇയാളെ ഇഷ്ടാവും, പക്ഷെ ഇയാൾക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല. സന്ദർഭവശാൽ അയാളുമായിട്ട് സംസാരിക്കാൻ ഇടയായി. ഇനി അതും പറയണമല്ലോ, അയാളോട് സംസാരിക്കാൻ ഇടയായതിന് നിമിത്തീഭൂതനായൊരു വ്യക്തി ഈ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഹേതുവായിട്ടാണ് ഈ കക്ഷിയെ ആശ്രമത്തിൽ കൊണ്ടുവന്നത്. അപ്പം നമ്മൾ സംസാരിച്ച് നോക്കുമ്പോൾ എന്താ സ്ഥിതിച്ചാൽ, ലോകത്തിൽ ഇയാൾ സങ്കല്പിക്കുന്ന പെണ്ണുണ്ടാവില്ല, ഉറപ്പാ. കാരണം വലിയൊരു സുന്ദരിയുടെ മൂക്ക്, വേറെ വലിയൊരു സുന്ദരിയുടെ ചെവി, വേറെ വലിയൊരു സുന്ദരിയുടെ കണ്ണ്, വേറെ വലിയൊരു സുന്ദരിയുടെ ചുണ്ട്, വലിയൊരു സുന്ദരിയുടെ തലമുടി, ഇങ്ങനെ പല അംഗങ്ങളെ ചേർത്ത് ഇയാൾ ഒരു സുന്ദരി ഉണ്ടാക്കിയിരിക്കുക. അതെ, നമ്മൾ ചോദിച്ചു, നിങ്ങളൊരു ഡോക്ടറല്ലേ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ബ്രഹ്മാവിൻ്റെ ഉദ്യോഗം കിട്ടിയിട്ട് ഇങ്ങനൊരു പെണ്ണിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടാം. പക്ഷെ അങ്ങനെയാവുമ്പോഴും മകളെ കെട്ടി എന്നുള്ളൊരു ദോഷം ആരോപിക്കപ്പെടും. അല്ലാതെ ലോകത്ത് നിങ്ങൾക്ക് പെണ്ണിനെ കിട്ടാൻ പോണില്ല, ഉറപ്പാ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് നമുക്ക് മനസ്സിലായി, അയാൾ 2-3 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു അത്രേ. എന്തായാലും പിന്നെ അയാൾ ആശ്രമത്തിൻ്റെ ഭാഗത്തേക്ക് കണ്ടിട്ടില്ല. വളരെ സന്തോഷം. ഇതെന്താ സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സ് ഒന്നിൽ സംതൃപ്തി കണ്ടെത്താതിരിക്കുക എന്നുള്ള രോഗത്തെ വലിച്ചു വയ്ക്കും. സാങ്കല്പികമായി ഭാവനാലോകം മെനഞ്ഞെടുത്തിട്ട്. എല്ലാ ലോകവും ഭാവനാലോകം തന്നെയാണ്. പക്ഷെ ഭാവനാലോകത്തിലൊരു ഭാവനാലോകം നമ്മൾ ഉണ്ടാക്കും. പറഞ്ഞൊരർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരു തൊഴിലിൽ തൻ്റെ മേഖലയിൽ ചെയ്യേണ്ടുന്ന കർമ്മത്തിൽ തനിക്ക് സംതൃപ്തി ഇല്ല എന്ന് പറയുമ്പോൾ ആ സംതൃപ്തി ഇല്ലായ്മയുടെ കാരണം എവിടെയാണെന്ന് അന്വേഷിക്കണം. എല്ലാ നിലയ്ക്കും സന്തുഷ്ടി നൽകുന്ന കർമ്മം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരൻ പെണ്ണിനെ തേടിയിരുന്ന പോലെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സിദ്ധമാകുന്നത് എന്തോ അതിൽ അല്പാൽപ്പം ദോഷങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, അത് കുശലതയോടുകൂടി ചെയ്യുക. അപ്പം നമുക്കൊരു രഹസ്യം മനസ്സിലാക്കാൻ കഴിയും. ഇത് അത്ര വലിയ രഹസ്യമൊന്നും അല്ല, പക്ഷെ നമുക്ക് അപ്പം മനസ്സിലാക്കാൻ കഴിയും. സിദ്ധമായതിനെ കുശലതയോടുകൂടി ചെയ്താൽ മാത്രമേ കൂടുതൽ ഉയർന്നതിനെ നേടാൻ സാധിക്കൂ. അതെ, പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്നൊരു കുഴപ്പം, എത്രയോ ചെറുപ്പക്കാർ ഒരു തൊഴിലും ഇല്ലാണ്ട് ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഓവാലത്തിൻ്റെ മുകളിലോ അവിടെ ഇവിടെ ഇരിക്കണത് കാണാം. നല്ല പഠിപ്പുള്ളവരാ,
നിങ്ങൾ എന്താ പണിക്ക് പോകാത്തത് നമ്മൾ ചിലരോട് ചോദിക്കും. അപ്പോൾ അവർ സ്വാമി എൻ്റെ പഠിപ്പിനനുസരിച്ച പണി കിട്ടാത്തതുകൊണ്ടാണ്. എൻ്റെ പഠിപ്പിനനുസരിച്ചിട്ട് ചുരുങ്ങിയതൊരു ഒരു 10,000 റുപ്യെങ്കിലും ശമ്പളം കിട്ടണ്ടേ. ഞാൻ പോയി അന്വേഷിച്ച സ്ഥലത്തുനിന്ന് എനിക്ക് 4,000 റുപ്യ തരാമെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ പോകണില്ല. എടേ, നിനക്ക് ഇപ്പം എത്ര വരുമാനമുണ്ട്? ഒന്നുമില്ല, 4 പൈസ ഇല്ല. നിനക്ക് ഇവിടുന്ന് ആ പറഞ്ഞ സ്ഥലത്തേക്ക് ബസ്സിന് പോയി വരാൻ എത്ര റുപ്യ വരും? 1,000 റുപ്യ വരും മാസത്തിൽ. എന്നാലും 3,000 മെച്ചല്ലേ. പോട്ടെ, 1 റുപ്യ മെച്ചാണ്ട് നിനക്ക് അതിന് പോയിക്കൂടെ? ഇവിടെ നിനക്ക് ഒന്നുമില്ലല്ലോ. നിൻ്റെ ഈ 2 മൊബൈൽ ചാർജ് ചെയ്യാൻ എന്തായാലും അച്ഛൻ്റെ അടുത്ത് വേണ്ടേ പൈസ മേടിക്കുക? ഈ 2 മൊബൈൽ 2 കയ്യിലും പിടിച്ച് ചാർജ് ചെയ്യാൻ അച്ഛൻ്റെ അടുത്ത് പൈസ മേടിക്കണം. അതിനേക്കാൾ നല്ല നിനക്ക് 1 രൂപയാണെങ്കിൽ 1 രൂപ കിട്ടി നിനക്ക് പോയിക്കൂടെ? പോയി പണിയെടുക്കുക. അങ്ങനെ സിദ്ധമായത് കുശലതയോടു കൂടി ചെയ്താലല്ലേ ഉയർന്നത് നിനക്ക് ലഭിക്കാനുള്ള യോഗ്യത വരൂ. ഇതെന്താണെന്നറിയില്ല. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലെ ചെറുപ്പക്കാർ ഇങ്ങനെയാവുകയാണ്. അതിന് വലിയൊരു കാരണത്വം ചെറുപ്പത്തിൽ ലഭിക്കുന്ന ട്രെയിനിങ്ങിൽ തന്നെ ഉണ്ടെന്നാണ് നമ്മുടെ അഭിപ്രായം. ചെറിയ കുട്ടികളാവുമ്പം തന്നെ സ്വയം പര്യാപ്തത എന്നൊരു ബോധം അവർക്കുണ്ടാവരുത് എന്നൊരു വാശി അച്ഛനമ്മമാർക്കുണ്ട്. അവനെന്നും എൻ്റെ തണലിൽ കഴിഞ്ഞോളണം എന്ന മട്ടിലാണ്. ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനാക്കുക. ലക്ഷാധിപതികളല്ല, കോടീശ്വരായിട്ടുള്ള പല കുടുംബങ്ങളിലെയും കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ കടലയോ സിഗരറ്റോ സോപ്പോ അതോ ഇതോ വിറ്റിട്ട് ഗ്രാമങ്ങളിൽ ചെറിയൊരു കടയൊക്കെ അങ്ങ് തുടങ്ങും. അവൻ പുസ്തകം വാങ്ങാനുള്ള പൈസ 2 മാസം കൊണ്ട് സമ്പാദിക്കും. ചെറുപ്പത്തിലെ സ്വയം പര്യാപ്തതാബോധം അവൻ വളർത്തിയെടുക്കും. നമ്മളെന്താ ചെയ്യുക? അയ്യോ, വെയിലത്ത് നടക്കരുതേ, തലവേദന വരും കേട്ടോ, എണ്ണ തേച്ച കുട്ടിയാ, വെയിലത്ത് നടക്കണ്ട. ഒന്നിനും കൊള്ളാത്തവൻ. 10ാം ക്ലാസ് പാസ്സായ കുട്ടിയാണെങ്കിലും ഇവിടെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയോ കൂടെ പോകും. ഒറ്റയ്ക്ക് പറഞ്ഞയക്കാനായിട്ടില്ല. ഒരു ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിലും വേറൊരു സ്റ്റേറ്റിൽ വല്ല ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ കൂടെ അമ്മയും അച്ഛനും ഉണ്ടാവും. എന്നിട്ട് ലോഡ്ജിൽ മുറി എടുത്ത് എവരും ഉണ്ടാവും കൂടെ. ഒന്നിനും കൊള്ളാത്തവന്മാരാക്കുക. ചിന്തിക്കുക, ഇതിലൊക്കെ കുറച്ചൊരു മാറ്റം വരുത്തണ്ടേ? അല്ല, ഇതൊക്കെയാണ് ശ്രേഷ്ഠമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അങ്ങനെ വിചാരിക്കുന്നതിൻ്റെ ഫലമാണ് നമ്മുടെ സമൂഹം താഴേക്ക് പോണത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഏത് കർമ്മത്തിലും മികവുള്ള, ഒരു മേഖലയിലും താഴേക്ക് പോവാത്ത സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം. അത് വികലങ്ങളായ ശാസ്ത്ര പഠനങ്ങളിലൂടെ മിഥ്യാധാരണകളെ ഉൾക്കൊള്ളുന്ന സമൂഹമാവരുത്. ശ്രദ്ധിക്കണം പറഞ്ഞത്. വികലങ്ങളായ ശാസ്ത്ര പഠനങ്ങളിലൂടെ മിഥ്യാധാരണ ഉൾക്കൊള്ളുന്ന സമൂഹമാവരുത്. മറിച്ച് യഥാർത്ഥമായി അപഗ്രഥിക്കാൻ കഴിയുന്ന, ഞാൻ എന്തിനധികൃതനെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, അതിനനുസരിച്ച് കുശലതയോടെ ഉയരാൻ കഴിയുന്ന സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയണം. അപ്പോഴേ കുറുവന്നേവ ഇഹ കർമാണി വിഹിതാനി കർമാണി, വിഹിതങ്ങളാണ് കർമ്മങ്ങൾ. ആ നിലയ്ക്ക് ആചരിച്ച് മുന്നോട്ട് പോകുന്ന വ്യവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക. അങ്ങനെ അവനവൻ അധികാരപ്പെട്ട മാർഗത്തിലൂടെ ഉയരുമ്പോൾ, അത് നിവൃത്തി മാർഗമാകട്ടെ പ്രവൃത്തി മാർഗമാകട്ടെ, യാതൊരു സംശയമില്ല, പരമമായ ദുഃഖനിവൃത്തിയിലേക്ക്, പരമമായ ആനന്ദസ്വരൂപ അവാപ്തിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. ആരോടും പരിഭവം ഇല്ലാതെ, ആരോടും പരാതി പറയാതെ, മറ്റൊന്നിനെ കുറ്റപ്പെടുത്താതെ. ശ്രദ്ധിക്കുക. സ്വയം കൃതാർത്ഥനായി കഴിയാൻ സാധിക്കും. അത്തരം മഹാത്മാക്കളുടെ ജീവിതം ചുറ്റുപാട് ശാന്തിയെ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ആ ശാന്തിയുടെ ദൂതന്മാരായിരിക്കാൻ നമുക്കൊക്കെ അധികാരമുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ഏതായാലും നല്ലപോലെ വിചാരം ചെയ്യുക. അതിൽ നിന്നുണ്ടാവുന്ന സംശയങ്ങൾ എന്തു തന്നെയായാലും ചോദിക്കുക. അറിയുന്നതാണെങ്കിൽ പറയും.